തന്റെ ശാപത്തിന് ഒരു പ്രായച്ചിത്തം എന്ന പോലെ മുനി അവന് രാമമന്ത്രവും സകല ധ്യാനരീതികളും രാമചരിത മനസ്സെന്ന ശ്ലോകവും അറിവായി വരദാനം നൽകി. കൂടാതെ പ്രപഞ്ചത്തിന്റെ ഏതൊരായാമത്തിൽ കാലചക്രം കറങ്ങുന്നിടത്തോളം കാലവും ശ്രീരാമന്റെ ഉത്തമ ഭക്തനായി ചിരഞ്ജീവിയായിരിക്കാനുള്ള വരദാനവും അവന് നൽകി. അവന്റെ ഭക്തിയിൽ സംപ്രീതനായ ശിവഭഗവാൻ അവന് കാലചക്രത്തിന്റെ പ്രഭാവത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവും കാലത്തെയും സമയത്തെയും കടന്ന് മുന്നോട്ടും പിന്നോട്ടും ഏതൊരായാമത്തിലും സഞ്ചരിക്കാനുള്ള കഴിവും വരമായി നൽകി. കാഗ് എന്ന വാക്കിന്റെ അർത്ഥം സംസ്കൃതത്തിൽ കാക്കയെന്നും ഗുഷുണ്ടി എന്നത് സമയത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു അസ്ത്രവുമാണ്. ഈ രണ്ട് കഴിവുകളുമുള്ള അവനെ കാഗ് ഗുഷുണ്ടി എന്ന നാമത്തിൽ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങി. ഈ കഴിവുകളെല്ലാം ഉള്ളതിനാൽ തന്നെ പ്രപഞ്ചത്തിന്റെ ഏതൊരയാമത്തിൽ ശ്രീരാമൻ ജന്മമെടുക്കുമ്പോഴും കാഗ് ഗുഷുണ്ടി അയോധ്യയിൽ പറന്നെത്തും. ശ്രീരാമന്റെ വളർച്ചയും ജീവിതയാത്രയും കണ്ടാസ്വദിക്കും. അതിനാൽ തന്നെ രാമായണം 11 തവണയും മഹാഭാരതം 16 തവണയും കാഗ് ഗുഷുണ്ടി കണ്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്.